നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 375 375. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാം അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകം മുതൽക്കാണ് എന്ന് പറയേണ്ടത്. ഗംഭീരവേഗോ അനിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യസ്മിൻ ഭ്രമതി ഗൗരവ്യാം മേധ്യാം ഇവ ഗവാം ഗണാം. ഗുരുകുലോത്തമ, ഗുരുകുലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആളാണ് ആര്? വിദുരര്. കണ്ണടയ്ക്കാത്ത വിധത്തിൽ അതിശീഘ്രവേഗത്തോടു കൂടിയ തേജോഗോളങ്ങളുടെ സമൂഹം. ഈ ജ്യോതിഷാം ചക്രം എന്ന് പറഞ്ഞാൽ തേജോഗോളങ്ങൾ എന്ന് അർത്ഥമുള്ളൂ. തേജസ്സുള്ള ഗോളങ്ങൾ. പശുബന്ധന ദാരുവിൽ, പശുബന്ധന ദാരു എന്ന് പറഞ്ഞ മരം എന്നാണ്. അപ്പോൾ പശുവിനെ ബന്ധിക്കുന്ന കുറ്റിയിൽ നിന്ന് അർത്ഥം വരണം. അപ്പോൾ പശുബന്ധന ദാരുവിൽ പശുക്കളുടെ സമൂഹം പോലെ യാതൊന്ന് ചുറ്റുന്നു. ഈ ധ്രുവൻ എന്നുള്ള നക്ഷത്രത്തിന് 4 പുറത്തുമാണ് ബാക്കിയുള്ളവരൊക്കെ ചുറ്റുന്നത്, വൈകുണ്ഠദ്വാരത്തിനെ ലാക്കാക്കിയിട്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ധ്രുവൻ പ്രാപിച്ചതായ സ്ഥാനത്തിൻ്റെ മഹിമയെ മുമ്പേ പറഞ്ഞതിൽ തന്നെ ദാർഢ്യത്തിനായി ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും പറയുന്നു. ഹേ ഗുരുകുലശ്രേഷ്ഠ, കെട്ടുന്ന കുറ്റിയിൽ ബന്ധിച്ചിരിക്കുന്ന അതിവേഗമുള്ള അനേകം കാളകളെന്ന പോലെ യാതൊന്നിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഏത് കാലത്തും ക്ഷീണിക്കാതെ ഇത് ടൈം ഇമ്മെമ്മോറിയൽ പറയാൻ പറ്റില്ല. ഏത് കാലം തുടങ്ങിയതാണതെന്നുള്ളത്, എത്ര കാലം ഇങ്ങനെ ഓടുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവർലാസ്റ്റിംഗ്. അപ്പോൾ ജ്യോതിഷ് ചക്രം ചുറ്റിത്തിരിയുന്നവോ ആ സ്ഥാനത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 40-ാമത്തെ ശ്ലോകം പറയുന്നു. മഹിമാനം വിലോക്യാസ്യ നാരദോ ഭഗവാൻ ഋഷി അദോദ്യം വിദുദൻ ശ്ലോകാൻ സത്രേ അഗായൽ പ്രചേതസാം. പ്രചേതസ്സുകൾ ഇത് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കാരുണ്യം സിദ്ധിച്ചിരിക്കുന്ന നാരദ ഋഷി ഇവൻ്റെ മഹിമയെ, ആരുടെ? ധ്രുവൻ്റെ മഹിമയെ കണ്ടിട്ട് വീണയെ മീട്ടിയും കൊണ്ട് പ്രചേതസ്സുകളുടെ സത്രത്തിൽ ശ്ലോകങ്ങളെ പാടി. ആരെ ഉദ്ധരിച്ചുകൊണ്ട്? ധ്രുവനെ ഉദ്ധരിച്ചുകൊണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ആകാശം നോക്കിയിട്ട് ഇന്നന്ന നക്ഷത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ഇന്നിപ്പോൾ അത് അറിയണ ആൾക്കാരും ഇല്ല. പ്രശ്നമുണ്ടോ? കാരണം നമ്മൾ മോഡേണിറ്റീനെ പുൽകി. എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല. അർത്ഥവത്തായ പഠനങ്ങളൊക്കെ വിട്ട് അനർത്ഥ ഫലങ്ങളെ തരുന്ന പഠനങ്ങളിൽ നമ്മൾ മനസ്സൂന്നി. അവിടെയാണ് തെറ്റുപറ്റിയത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഭക്തസംഘത്തിൽ ധ്രുവനുള്ള വൈഭവത്തെ സൂചിപ്പിക്കുവാനായി ശ്രീ നാരദൻ അവനെ സ്തുതിച്ച കഥ പറയുന്നു. ധ്രുവൻ്റെ ഭക്തി നിമിത്തമുണ്ടായ മഹിമയെ കണ്ടിട്ട് പ്രചേതസ്സുകൾ എന്ന രാജാക്കന്മാർ ആരംഭിച്ച സത്രത്തിൽ പ്രവേശിച്ച ഭഗവത് കൃപാപാത്രമായ ശ്രീ നാരദ ഋഷി വീണയെ മീട്ടിയും കൊണ്ട് ഈ ശ്ലോകങ്ങളെ വായിച്ചു. ഇതിലുള്ള തമാശ എന്താ? ഈ എപ്പിസോഡ് കേൾക്കുന്ന ഏതാനും ചില ആൾക്കാർ, അതിന് ബഹുഭൂരിപക്ഷം എൻ്റെ സപ്താഹം കേൾക്കാത്ത ആൾക്കാരാണ്.
ഞാനും അത്യാവശ്യം വിരലിലെണ്ണാവുന്ന സപ്താഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സർട്ടൈൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഞാൻ എല്ലാ സപ്താഹത്തിലും പറഞ്ഞിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഞാൻ പറയാം, പിന്നെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ. കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായി, കേട്ടിട്ടില്ലെങ്കിൽ മോശമായി എന്ന് തന്നെ പറയും ഞാൻ. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അതായത് ഈ ഭാഗവത ജ്ഞാനയജ്ഞം 7 ദിവസം എവിടെയൊക്കെ നടക്കുന്നു, അവിടെയൊക്കെ സൂക്ഷ്മരൂപത്തിൽ ധ്രുവൻ, പ്രഹ്ലാദൻ, അർജുനൻ, വൈഷ്ണവന്മാർ, ഋഷീശ്വരന്മാരൊക്കെ വന്നിരിക്കുന്നു എന്നാണ് സത്യം. സൂക്ഷ്മമായിട്ട്. കാരണം എന്താ, അവർക്ക് ഈ ഭഗവാന്റെ കഥകളിൽ ഭഗവാന്റെ ഉപദേശങ്ങളെ വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള താല്പര്യത്തിൽ. ഇന്ന് കോർപ്പസ് ഫണ്ട് മാത്രം ഉദ്ദേശിച്ച് വരുന്ന ആചാര്യനും അല്ലെങ്കിൽ തനിക്ക് ദക്ഷിണ മാത്രം നന്നായി കിട്ടണമെന്ന് വരുന്ന ആചാര്യനും കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന കമ്മിറ്റിക്കാരും ഞാൻ ഈ പറയണതിനെ പറ്റിയിട്ട് ബോധവാന്മാരല്ല. സൂക്ഷ്മ ദൃഷ്ടിയിൽ ഈ പറഞ്ഞ ഭക്തന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനാണ് ആര്? ധ്രുവനും പ്രഹ്ലാദനും. ഒന്ന് ക്ഷത്രിയനാണ്, ഒരാളെ അസുരബാലനാണ്. ബ്രാഹ്മണനെ പറ്റി പറഞ്ഞിട്ടില്ല അവിടെ. ബ്രാഹ്മണരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണ്യമുള്ളവരെ ഉണ്ടാവും, അവർക്ക് സ്ഥാനം ഒഴിച്ചിടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗവതത്തിൻ്റെ അന്തസ്സ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക, അന്തസ്സ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. നാരദ ഉവാച 41-ാം ശ്ലോകം. ഇവിടുന്ന് 41-42 4 ലൈൻ ശ്ലോകങ്ങളാണ്. നൂനം സുനീതേ പതിദേവതായ തപപ്രഭാവസ്യ സുദസ്യതാം ഗതിം ദൃഷ്ട്വാ അഭ്യുപായാൻ അഭിവേദവാദിനോ നൈവാധിഗന്ധം പ്രഭവന്തി കിം നൃപാഹ. അതായത് പതിവ്രതയായ സുനീതയുടെ പുത്രൻ്റെ തപപ്രഭാവത്താൽ ആ ഗതിയെ പ്രാപിപ്പാനായിക്കൊണ്ട് വേദജ്ഞന്മാർ, വേദം അറിയുന്നവർ മാർഗങ്ങളെ നോക്കിയിട്ടും സമർത്ഥന്മാരാകുന്നില്ല. രാജാക്കന്മാരെ പറ്റി പിന്നെ എന്തു പറയാം എന്നാണ് ചോദ്യം. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. സുനീതിയുടെ പാതിവ്രത്യ മഹിമ കൊണ്ടാണ്. അപ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാതിവ്രത്യ മഹിമ എന്ന് പറഞ്ഞാൽ എന്താ അതറിയണം. ഇന്നത്തെ ഈ ഫോണും മറ്റും ഉപയോഗിക്കുന്നതിൽ ചില പോരായ്മകളുണ്ട്. എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സഭ്യതയുള്ള പരിപാടികൾ വളരെ കമ്മിയാണ് ഫോണിൽ. അതാണ് പറയാൻ കാരണം. അപ്പോൾ പതിവ്രതാ മഹിമ കൊണ്ടാണ് അവന് ഇത്രത്തോളം തപപ്രഭാവവും തൽഫലമായ ഉന്നത പദപ്രാപ്തിയും ഉണ്ടായത് നിശ്ചയം. വേദം നന്നായി അറിഞ്ഞവർ അനുഷ്ഠാന മാർഗങ്ങളെ പരിശോധിച്ചിട്ടും ധ്രുവഗതിയെ പ്രാപിപ്പാൻ ഉപകരിക്കുന്ന ഉപായം അറിയുന്നില്ല. നിശ്ചയം രാജാക്കന്മാർക്ക് ആ സ്ഥാനം പ്രാപിപ്പാൻ സാധിക്കുന്നതല്ലെന്ന് വേറെ പറയണമോ? അവിടെയാണ് ഇതിൻ്റെ ഇൻട്രിക്കസീസ്, സമർത്ഥമായ അടിത്തറ നമ്മുടെ ദൃഷ്ടിയിലില്ലാത്തത്. ഇൻട്രിക്കസീസ് എന്ന് പറഞ്ഞാൽ അതാണ് സംഗതി. മനസ്സിലായില്ലേ? 42-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. യഃ പഞ്ചവർഷോ ഗുരുദാരവാക്ഷരേർഭിന്നേന യാതോ ഹൃദയേന ദൂയതാം വനം മദാദേശകരോചിതം പ്രഭും ജിഗായ തദ്ഭക്തഗുണൈ പരാജിതം. 5 വയസ്സായ യാതൊരുവൻ പിതൃഭാര്യയുടെ വാക്കാകുന്ന ശരങ്ങളാൽ, എന്നാ അമ്മ എന്നല്ല ചിറ്റമ്മ എന്നാ പറയാം പക്ഷേ, അതുകൊണ്ടാണ് പിതൃഭാര്യയുടെ വാക്കാകുന്ന ശരങ്ങളാൽ മുറിയപ്പെട്ടും ദുഃഖിച്ചുമിരിക്കുന്ന ഹൃദയത്തോടു കൂടിയവനായിട്ട് വനത്തെ പ്രാപിച്ചവനും എൻ്റെ ഉപദേശപ്രകാരം, അതായത് നാരദരുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുന്നവനുമായിട്ട്
ജയിക്കപ്പെടാത്തവനും സ്വഭക്തഗുണങ്ങളാൽ സ്വാധീനമാക്കപ്പെടുന്നവനുമായ പ്രഭുവിനെ ജയിച്ചു. ആ ഇതിന് ഭാവാർത്ഥമൊക്കെ അണ്ടർലൈൻ ഇട്ട് എഴുതി പഠിക്കണം. കാരണം എന്താ പറയുന്നുണ്ട്, ധ്രുവൻ്റെ വിശേഷ ഗുണത്തെ പറയുന്നു. യാതൊരു ധ്രുവൻ 5 വയസ്സു മാത്രം പ്രായമായിരിക്കുമ്പോൾ തന്നെ അസാധാരണ ബുദ്ധിശക്തിയെ പ്രകാശിപ്പിച്ചിരുന്നു. കാരണം എന്താ? അമ്മയുടെ പാതിവൃത്യ ബലം. എങ്ങനെയെന്നാൽ അച്ഛൻ്റെ പ്രിയപത്നിയായ സുരുചിയുടെ വാക്കുകൾ ശരങ്ങളെന്ന പോലെ അവൻ്റെ ഹൃദയത്തെ തപിപ്പിച്ചു. ആ ദുഃഖനിമിത്തം ആ ചെറുപ്രായത്തിൽ വനം പ്രവേശിച്ച് കഠിന തപസ് ചെയ്തു. മധ്യമാർഗം ഞാൻ, അതായത് നാരദരെ, അവനെ കാണുകയും ഭഗവത് ഭജനക്രമത്തെ ഉപദേശിക്കുകയും. അപ്പോൾ ഭഗവത് ഭജനം ഒരു അറിവുള്ള ഒരാളുടെ ഉപദേശം കൊണ്ട് വേണം എന്നുള്ളത് ഉറപ്പായി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് സ്റ്റേജുകളിൽ വിരാജിക്കുന്ന സപ്താഹാചാര്യന്മാർക്ക് എത്ര ആൾക്ക് പറയാൻ തക്ക വിലമതിക്കുന്ന രീതിയിൽ ഗുരുപദേശം കിട്ടിയിട്ടുണ്ട്. ഒരു പാരായണക്കാരൻ്റെ ഒരു ആചാര്യൻ്റെ പിന്നാലെ പോയി പൂജ ചെയ്തു, പിന്നെ പാരായണത്തിന് പോയി, അങ്ങനെയല്ല. അവിടെയാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്നത്. എനിക്ക് എല്ലാം കൂടി ഒരു 4.5 കൊല്ലം അദ്ദേഹത്തിൻ്റെ ഒപ്പം കാലത്തൊരു 3 മണിക്കൂർ പഠിപ്പിക്കും. അത് ഞാൻ 1.5 മണിക്കൂറിലൊരു സെമിനാറായിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു 3.5 വർഷക്കാലം ആഴ്ചയിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന 2 ക്ലാസ്സിന് അദ്ദേഹം പ്രിസൈഡിയാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പ്രിസൈഡിങ് ഓഫീസറാണ്. എന്നിട്ട് എന്നെ തിരുത്താണ്. അതാണ് എൻ്റെ കൈമുതൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, കാണുകയും ഭഗവത് ഭജനക്രമത്തെ ഉപദേശിക്കുകയും ചെയ്തതനുസരിച്ച് ഭജിച്ചു. ആരാലും ജയിക്കപ്പെടുവാൻ കഴിയില്ലെങ്കിലും സ്വഭക്തന്മാരുടെ ഗുണങ്ങളാൽ ജയിക്കപ്പെടാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഈശ്വര പാതാരവിന്ദത്തെ ലാക്കാക്കിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അതാരറിയും? ഈശ്വരനറിയും. അപ്പോൾ ആ വഴിയിലുള്ള കല്ലും മുള്ളും മാറ്റിയിടും ഭഗവാൻ. കണ്ട മുള്ള് മാറ്റിയിട്ടാൽ കാണാത്ത മുള്ള് കൊള്ളില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തർപ്പിച്ച് പറഞ്ഞത്. ആരാലും ജയിക്കപ്പെടുവാൻ കഴിയില്ലെങ്കിലും സ്വഭക്തന്മാരുടെ ഗുണങ്ങളാൽ ജയിക്കപ്പെടുവാൻ കഴിയുന്ന ഭഗവാനെ ആ ബാലകൻ പ്രസാദിപ്പിച്ചു. ധ്രുവൻ. 43. ഇത് 4 വരി ശ്ലോകമാണ്. ക്ഷത്രബന്ധുർഭുവി തസ്യാധിരൂഢം അന്വാരുരുക്ഷേദവിവർഷഭൂഗൈഃ ഷഡ്പഞ്ചവർഷോ യതഹോഭിരൽപൈഃ പ്രസാദ്യ വൈകുണ്ഠമവാപ തത്പദം. അതായത് ഭൂമിയിൽ യാതൊരു ക്ഷത്രിയൻ, ഇദ്ദേഹം ക്ഷത്രിയപ്പെട്ട ആളാണ്, ക്ഷത്രിയനാണ്, അവനാൽ അധിവസിക്കപ്പെട്ട സ്ഥാനം ബഹുവർഷങ്ങൾ കൊണ്ട് ക്രമത്തിൽ ആരോഹണം ചെയ്യുവാൻ ഇച്ഛിക്കുമോ? 5 വയസ്സായ യാതൊരുവൻ അല്പ ദിവസങ്ങൾ കൊണ്ട്, വെറും 6 മാസം, വൈകുണ്ഠനെ പ്രസാദിപ്പിച്ചിട്ട് അവൻ്റെ സ്ഥാനത്തെ പ്രാപിച്ചു. വൈകുണ്ഠദ്വാരത്തിൽ എത്തിയ 5 വയസ്സായ കുട്ടിക്ക്. യോഗീശ്വരന്മാർ എത്രയോ ജന്മങ്ങൾ, ഋഷീശ്വരന്മാർ അവരുടെ ഹൃദയ ഗൗഹരത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണു, സാധിക്കണില്ല. അതാണ് ഇതിൻ്റെ അന്തസത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പറയണു അതിൻ്റെ പിന്നെ എന്താ പറയുക, ഭാവാർത്ഥം പറയണു. 5-6 വയസ്സു പ്രായമുള്ള അവൻ അല്പങ്ങളായ ദിവസങ്ങളിൽ ചെയ്ത ഉഗ്രതപസ്സിനാൽ ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് ഭഗവത് പാദത്തെ പ്രാപിച്ചു. ആ സ്ഥാനത്തെ ബഹുവർഷം കൊണ്ട്
ക്രമത്തിൽ പ്രാപിക്കാമെന്നുള്ള ആഗ്രഹം പോലും ഭൂമിയിൽ മറ്റൊരു ക്ഷത്രിയന് എക്സെപ്റ്റ് ധ്രുവൻ, അതാ പറഞ്ഞത്, മറ്റൊരു ക്ഷത്രിയന് ഉണ്ടാകയില്ല. ഇതര ക്ഷത്രിയന്മാർക്ക് ആഗ്രഹിപ്പാൻ കൂടി കഴിയാത്തതായ ഉന്നതപദം പ്രാപിച്ചിരിക്കുന്നു ധ്രുവൻ എന്ന് മനസ്സിലാക്കുക. മൈത്രേയ ഉവാച, മൈത്രേയർ ധ്രുവനോട് പറയുന്നു. 44 2 വരി ശ്ലോകമാണ് വീണ്ടും അങ്ങോട്ട്. ഏതത്തേ അഭിഹിതം സർവം യൽപൃഷ്ടോ അഹം ഇഹ ത്വയാ ധ്രുവസ്യോദ്ധാമയശ സഞ്ചരിത്രം സമ്മതം സദാം. ഉത്കൃഷ്ടമായ യശസ്സോടുകൂടിയ ധ്രുവൻ്റെ സത്തുക്കൾക്ക് സമ്മതമായ ഈ ചരിതം മുഴുവനും നിന്നോട് പറഞ്ഞു. മുഴുവനും പറഞ്ഞു എന്നാണ് പറഞ്ഞത് മൈത്രേയർ വിതുരോട്. ഇത്ര എനിക്കുള്ള സന്തോഷം എന്താ, ഞാൻ 95 ശിഷ്യപ്പെട്ടു. പിന്നെ ഈ മൂലം ഭാഗവതം എൻ്റെ ഇഷ്ടത്തിന് വാങ്ങി വെച്ചതാണ് ഞാൻ. അതിന് അദ്ദേഹത്തിന് ബ്ലെസ്സിങ് ഉണ്ടായിന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ 3 സപ്താഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിലായിട്ട് വായിക്കുന്നതിൻ്റെ ഗുണം പരിപൂർണമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ, ആസ് ഇറ്റ് ഈസ് വായിച്ച് അന്വയിക്കുകയാണ് ചെയ്യുന്നത്, വിസ്തരിക്കുക, എൻ്റെ ജീവിത പരിചയം കൂടിയും വെച്ചിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സപ്താഹത്തിന് ചെയ്യാൻ പറ്റില്ല, പലതും പറയാം. പക്ഷെ അവിടെ ഞാൻ പാട്ട് പാടാനോ മറ്റുള്ള ഐശ്വര്യ പൂജയോ ഉണ്ണി പൂജയോ ഒന്നും ഞാൻ ചെയ്യാറ് പതിവില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഭാഗവതം എന്താണെന്നുള്ളത് എൻ്റെ സഹോദരി സഹോദരന്മാരെ ഭവസാഗരം കടക്കാൻ ഉപയോഗിക്കുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അതിൽ എനിക്ക് യാതൊരു മമതയും ഇല്ല, ആരോടൊരു കടപ്പാടുമില്ല, ഈശ്വരനോടല്ലാണ്ട്. പ്ലസ് എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥനും കാര്യമാർ വ്യക്തികളോട് നടത്തും. അതുകൊണ്ടാണ് പിന്നെ അതെ ത്വയാ ഞാൻ ചോദിക്കപ്പെട്ടു, എന്നോട് ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. മൈത്രേയ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഹേ വിതുര, യാതൊന്നിനെക്കുറിച്ച് അങ്ങ് എന്നോട് ചോദിച്ചുവോ മഹാകീർത്തിമാനായ ധ്രുവൻ്റെ സത്തുക്കൾക്ക് സമ്മതമായിരിക്കുന്ന ആ ചരിത്രം അങ്ങയോട് ഞാൻ പറഞ്ഞു. 45 ധന്യം യശസ്യം ആയുഷ്യം പുണ്യം സ്വസ്ഥയനം മഹത് സ്വർഗ്യം ദ്രവ്യം സൗമനസ്യം പ്രശസ്യം അഘമർഷണം. മഹത്തായ ധ്രുവചരിതം ധനാവഹവും കീർത്തികരവും ആയുഷ് വൃദ്ധികരവും പുണ്യസാധകവും മംഗളകരവും സ്വർഗപ്രാപകവും മനസ്സിന് ശുദ്ധിയെ സൗമനസ്യം മനസ്സിന് ശുദ്ധിയെ ജനിപ്പിക്കുന്നതും പ്രശംസായോഗ്യവും പാപഹരവുമാകുന്നു തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? പ്രകരണ സമാപ്തിയിൽ അവസാനിപ്പിക്കുകയാണ് ഈ അധ്യായം. പ്രകരണ സമാപ്തിയിൽ ശ്രവണ കീർത്തന ഫലത്തെ പറയുന്നു. വിസ്തൃതമായിരിക്കുന്ന ഈ ധ്രുവചരിതം, എങ്ങനെ വിസ്തൃതമായിരിക്കുന്ന ഈ ധ്രുവചരിതം അഭീഷ്ടസാധകമാകുന്നു. ധനത്തെയും കീർത്തിയെയും ദീർഘായുസ്സിനെയും പുണ്യത്തെയും മംഗളത്തെയും സ്വർഗപ്രാപ്തിയെയും മനഃശുദ്ധിയെയും സാധിപ്പിക്കുന്നതും പ്രശംസായോഗ്യവും പാപഹരവുമാകുന്നു. എത്ര ക്വാളിറ്റീസ് അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ. അഭീഷ്ടം 1, ധനം, കീർത്തി, ദീർഘായുസ്, പുണ്യം, മംഗളം, സ്വർഗപ്രാപ്തി, മനഃശുദ്ധി, പ്രശംസ, പാപഹരം. അത്രയും കാര്യങ്ങൾ ഈ ധ്രുവചരിതം മാത്രം നന്നായി പഠിച്ച് അതിൽ പറഞ്ഞ ഉത്കൃഷ്ട ഉപദേശങ്ങളെ ശിരസ്സ വഹിക്കണം, ജീവിതത്തിൽ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരണം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി 46-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രുത്വൈതൽ ശ്രദ്ധയാ ഭീഷ്ണം അച്യുത പ്രിയചേഷ്ടിതം. അച്യുതന്, ഭഗവാൻ ഹരിക്ക്, നാരായണന് ഇതിഷ്ടമാണ്. ഭവേൽ ഭക്തിർ ഭഗവതി, ഭക്തി ഉണ്ടാവാൻ. യയാസ്യാൽ ക്ലേശ സംക്ഷയ, ക്ലേശങ്ങൾ ഇല്ലാതെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പാന്നാണ് പറഞ്ഞത്.
അപ്പോൾ അച്യുത ഭക്ത വ്യാപാരമായ ഇതിനെ അച്യുത ഭക്ത വ്യാപാരമായ ഇതിനെ ശ്രദ്ധയോടുകൂടെ പലപ്പോഴും കേട്ടിട്ട് ഭഗവാനിൽ ഭക്തി ഭവിക്കും. യാതൊന്നിനാൽ ക്ലേശങ്ങളുടെ നാശം ഭവിക്കുന്ന പറഞ്ഞത്. ക്ലേശങ്ങൾ ഉണ്ടാവില്ല, അതാ പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം പറയണു. നിഷ്കാമന്മാർ ശ്രവിക്കുന്നത് കൊണ്ടുള്ള ഫലം പറയുന്നു. ഭഗവാന്റെ പ്രിയഭക്തനായ ധ്രുവന്റെ ചരിത്രം ശ്രദ്ധയോടുകൂടെ പല പ്രാവശ്യം കേൾക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തി ഉണ്ടാകും. ആ ഭക്തിയാൽ സകല ക്ലേശങ്ങളും നശിക്കും. ഇപ്പം ഇവിടെ ഒരു കാര്യം പറയണ്ടായി. നിഷ്കാമന്മാർ എന്നാണ് പറഞ്ഞത്. നിഷ്കാമന്മാരെ, അതായത് കാമനകൾ വെച്ച് പഠിക്കുന്നവർക്ക് നക്കാപ്പിച്ച വല്ലതൊക്കെ നടക്കും. മറ്റവരുള്ളവർക്ക് 100%. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാണ് സനാതനധർമ്മത്തിൻ്റെ രീതി. ചോദിച്ചാൽ കിട്ടില്ല, ചോദിക്കാണ്ടിരുന്നാലോ ഒക്കെ കിട്ടും ചെയ്യും. എന്നെപ്പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ആവാനുള്ള ക്രെഡൻഷ്യൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് സാധ്യമായി. അതിൽ ഞാൻ ഷൈൻ ചെയ്തു. അത് കാരണം എനിക്ക് ധാരാളം വായിക്കാനുള്ള സന്ദർഭം കിട്ടി. നോട്ട് മോർ ദാൻ 1.5-2 മണിക്കൂറിലും മീതെ എനിക്ക് പണിയില്ല, ഉണ്ടായിട്ടില്ല. എത്ര പണിയുണ്ടെങ്കിലും ഞാനത് തടപടാതെ കഴിക്കും. ബാക്കിയുള്ള സമയം ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിച്ച് ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നെ. അപ്പോൾ പറഞ്ഞു 47-ാമത്തെ ശ്ലോകം. മഹത്വം ഇച്ഛതാം തീർത്ഥം ശ്രോതു ശീലാദയോ ഗുണാഃ യത്ര തേജസ്തത് ഇച്ഛൂനാം ഇഷ്ടപ്പെടാം ഇച്ഛൂനാം മാനോ യത്ര മനസ്സിനാം. മാഹാത്മ്യത്തെ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയൊരു കാര്യം കേട്ടോ. മാഹാത്മ്യത്തെ ഇച്ഛിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ സമൂഹത്തിൽ പ്രായമായിട്ടുള്ളവരെ വിദ്വാൻമാരോട് സംസാരിക്കണം കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ പോലെ എല്ലാ കാര്യങ്ങളും അറിയണം എന്നൊരു താല്പര്യം. അത് സത്യമായിരുന്നു. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ അനുഗ്രഹം അതിലുണ്ട്, ഗുരുനാഥൻ്റെ അനുഗ്രഹം, ഈശ്വരൻ്റെ കാര്യം പറയും വേണ്ട. അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് തീർത്ഥമാകുന്നു. ഏത്? ഈ ഭാഗവതം ഒരു തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ പമ്പയിൽ കുളിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ ഒരു 21.5 വർഷത്തിൽ 3 വർഷം 4 വർഷം കഴിഞ്ഞാൽ കുട്ടിക്കാലാട് വിട്ടാൽ ചാടി മറിഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ഒരു പുണ്യതീർത്ഥത്തിൽ ഞാൻ പോയിട്ടില്ല. എനിക്കത് ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പോയിൻ്റ് ബ്ലാങ്കായിട്ട് ചിലത് ശരിക്കും ധരിച്ചു, തെറ്റിദ്ധരിച്ചു എന്നല്ല, ശരിക്കും ധരിച്ചു. അതിലെനിക്ക് സ്ഥായിയായിട്ടുള്ള ഉണ്മ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് തീർത്ഥമാകുന്നു. കേൾക്കുന്നവന് ശീലാദി ഗുണങ്ങൾ യാതൊന്നിൽ അതിനെ ആഗ്രഹിക്കുന്നവർക്ക് യാതൊന്നിൽ തേജസ്, മനസ്സുകൾക്ക് യാതൊന്നിൽ മാനം, ഇതൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. മഹത്വം ആഗ്രഹിക്കുന്നവർക്ക് അതിനെ സാധിപ്പിക്കുന്നതായ പരിശുദ്ധ തീർത്ഥമാണ് ഈ ചരിതം. കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ശൗശീല്യാദി ഗുണങ്ങളും തേജസ്സിന് ആഗ്രഹമുള്ളവർക്ക് അതും, ലോകത്തിൽ നിന്ന് സൽക്കാരം ഇച്ഛിക്കുന്നവർക്ക് അതും ഇതിൽ നിന്ന് സിദ്ധിക്കും. സൽക്കാരം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. പരമശൈലി 48. പ്രയത കീർത്തയേൽ പ്രാത സമവായേതു ജന്മനാം സായം ച പുണ്യശ്ലോകസ്യ ധ്രുവസ്യാചരിതം മഹത്. കാലത്ത് എഴുന്നേറ്റിട്ട് നിത്യവൃത്തികളൊക്കെ ചെയ്യണതിൻ്റെ മുമ്പ് തന്നെ ബെഡിൽ സംഭ്രമണഞ്ഞിരുന്ന് 2 കൈയും കൂപ്പി